ഹായ്, അപ്പോൾ ഒരു ഈസി ക്വിക്കായിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? എന്താണെന്നറിയോ? ടൊമാറ്റോ റൈസ്. അപ്പോൾ ടൊമാറ്റോ റൈസിന് വേണ്ടി 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 സവാള, ഒരു പച്ചമുളക്, പിന്നെ ഒരു കുറച്ച് ഇത്രയും പച്ചമല്ലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ബാ. അപ്പോൾ ഇതെല്ലാം നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും കറിവേപ്പിലയും കൂടി ഇടാം അല്ലേ. അതൊക്കെ കഴിഞ്ഞ് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇടണേ, അതൊക്കെ ബ്രൗണിഷ് കളറാണോ വരെ ഇളക്കി കൊടുത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ് തക്കാളിയും കൂടി ഇട്ട് അത് നല്ലോണം ഇളക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചോറിടാം. ചോറും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൽ പുറത്ത് കുറച്ച് മല്ലിയിലയില്ലേ, അത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് വിതറി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ റൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ട് കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്ത രീതിയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈസി അല്ലേ, പെട്ടെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസിയും അതുമാത്രമല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ടിഫിനൊക്കെ കൊടുത്ത് വിടാനായിട്ട് ഇത് കറക്റ്റ് സ്യൂട്ടാവും. അപ്പോൾ നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പപ്പടവും ചൂടാണ് കേട്ടോ, ചൂട് ടൊമാറ്റോ റൈസ്. സാലഡൊന്നും ഉണ്ടാക്കിയില്ല, തൈരൊന്നും ഉണ്ടായില്ല വീട്ടിൽ. ഇതാ എരിവ് കുറച്ച് കുറവാണ്, എന്ന് വെച്ചാൽ കുട്ടികൾ കൊടുക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചു, അതിൻ്റെ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.